ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാം ഏവരും മരണമെന്ന പ്രതിഭാസത്തിന്റെ മുമ്പിൽ കീഴടങ്ങേണ്ടുന്നവരാണ്. ഒരിക്കൽ ഇൻഷാ അല്ലാഹ് ഈ പ്രാസംഗികനായ ഈ വിനീതനും എന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നിങ്ങളും ഒക്കെ മരണമെന്ന പ്രതിഭാസത്തിന് കീഴടങ്ങിയേ മതിയാകൂ. രാജസയ്യിദായ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഒക്കെ യാത്ര പറഞ്ഞേ മതിയാകൂ. എനിക്ക് പറയാനുള്ളത് യാത്ര ഉണ്ട് എന്നുള്ള കാര്യം എനിക്കും നിങ്ങൾക്കും ഉറപ്പാണ്. എന്നാൽ ആ യാത്രയ്ക്ക് വേണ്ടി എന്ത് സജ്ജീകരണമാണ് ഞാനും നിങ്ങളും ഒരുക്കിയിട്ടുള്ളത് എന്ന് മനസ്സിരുത്തി ചിന്തിക്കേണ്ടുന്ന സമയമാണിപ്പോൾ. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാം, അല്ല ഷാജഹാൻ ബാക്കവി, മരണപ്പെട്ടതിന് ശേഷം പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളോ എന്താ ഈ പറയുന്നത്? 21ാം നൂറ്റാണ്ടിൽ ഇൻഫർമേഷൻ ടെക്നോളജിയും അതുപോലെ എല്ലാ അത്യന്താധുനിക സംവിധാനങ്ങളും അതിന്റെ ഉച്ചകോടിയിൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭം, വിരലൊന്നമർത്തിയാൽ മതി, ഇങ്ങ് ലോകത്തിന്റെ ഒരു മുക്കിലിരിക്കുന്ന മനുഷ്യൻ ലോകത്തിന്റെ മറുഭാഗത്ത് നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങൾ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, മരണത്തിന് ശേഷം പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളോ എന്നൊരു ചോദ്യം വന്നേക്കാം. എന്നാൽ അറിയുക, മുഅ്മിനീങ്ങളാകുന്ന സത്യവിശ്വാസികളാകുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതം വല്ലാഹി തമ്പുരാനാണ് സത്യം, തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ, തുടങ്ങിയിട്ടില്ല. നമ്മുടെ ജീവിതം തുടങ്ങുന്നത് ഖബർ മുതലാണ്. നമ്മുടെ ജീവിതം തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് പ്രയോജനം കിട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പാഠം ഉൾക്കൊണ്ട് നാം അതിനെ പ്രാവർത്തികമാക്കാൻ തയ്യാറായില്ല എങ്കിൽ വല്ലാഹി തമ്പുരാനാണ് സത്യം, എനിക്കും നിങ്ങൾക്കും നഷ്ടമായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു ഉദാഹരണം നിങ്ങളെ മുമ്പിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് നിങ്ങളൊന്ന് യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, നാളെ യാത്രയ്ക്ക് വേണ്ടി പോകുന്നുവെങ്കിൽ ഇന്നേ നമ്മൾ, അല്ലെങ്കിൽ 2 ദിവസത്തിന് മുമ്പേ തന്നെ ആ യാത്രയുടെ സജ്ജീകരണങ്ങൾ നമ്മൾ ഒരുക്കും. ഡ്രസ്സെല്ലാം അലക്കി തേച്ച് യാത്രയ്ക്കുള്ള ബസ് ഫെയറിനുള്ള സാധനവും നമ്മൾ കരുതും, അല്ലേ? ഏതാനും മണിക്കൂറുകൾ കൊണ്ട് പോയിട്ട് മടങ്ങി വരാനുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഞാനും നിങ്ങളും 2 ദിവസത്തിന് മുമ്പേ നമ്മൾ തയ്യാറായിട്ടുള്ളത് എങ്കിൽ, എന്റെ മുമ്പിലിരിക്കുന്ന സത്യവിശ്വാസികളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഒരിക്കലും മടങ്ങി വരാത്ത ആ യാത്രയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും എന്താണ് സജ്ജമാക്കിയിട്ടുള്ളത്, തയ്യാർ ചെയ്തിട്ടുള്ളത്? 30 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 60 അല്ലെങ്കിൽ 70 80 വയസ്സ് വരെ ജീവിച്ചിട്ട് ഒരു ദിവസം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിക്കപ്പെടുമ്പോൾ, പടച്ച തമ്പുരാന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, എനിക്കും നിങ്ങൾക്കും അവിടെ ഉപകാരം കിട്ടുന്ന വസ്തുക്കൾ നമ്മൾ തയ്യാർ ചെയ്തിട്ടുണ്ടോ? ഇത് വിലയിരുത്തണം, പഠിക്കണം, ചിന്തിക്കണം. ഇല്ല എങ്കിൽ രമ്യഹർമ്മങ്ങൾ എത്ര നീ പടുത്തുയർത്തിയാലും, ഏക്കർ കണക്കിന് വസ്തുക്കൾ നിനക്കുണ്ടെന്ന് പറഞ്ഞാലും, ഇവിടെ ഏതെല്ലാം രീതിയിൽ നിനക്ക് ആധിപത്യങ്ങളും അംഗരക്ഷകരും ഉണ്ടെന്ന് പറഞ്ഞാലും, വല്ലാഹി തമ്പുരാനാണ് സത്യം, രാജസയ്യിദായ അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്റെയും നിങ്ങളുടെയും അവസ്ഥ പരിതാപകരമായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു സംശയം, അല്ല, ഈ ആധുനിക യുഗത്തിൽ ഇതൊക്കെ ഈ പാതിരാത്രി വന്ന് പറഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കാൻ പോകുന്നവരാണോ ഞങ്ങള്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണർത്തി, അത് എന്റെ ദാസന്മാർ
ഇതേ രീതിയിലുള്ള ചോദ്യം അവർ ചോദിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിലൂടെ മുഅ്മിനീങ്ങളോട് സൂചിപ്പിക്കുകയാണ്. നമ്മളെന്നും സൂറത്തു യാസീൻ ഓതിയവർക്കറിയാം. ആ യാസീനിൽ ഒരു ആയത്ത് നമ്മൾ ഓതി പോകുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം ഖുൽ യുഹ്യിഹാ അല്ലദീ അൻശഅഹാ അവ്വല മറത്തിൻ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. പരിശുദ്ധ ഖുർആനിൽ അമറുൽ ജലീലു അസ്സ വജൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ആധുനികതയുടെ പട്ടുമെത്തയിൽ വിരാജിക്കുന്ന മനുഷ്യർ ഭൗതിക ജീവിതത്തിൽ അതിൻ്റെതായിരിക്കുന്ന പ്രസരിപ്പ് കണ്ട് മുഴുകിപ്പോയ മനുഷ്യൻ ചോദിക്കും, അല്ല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, മരിച്ച് മണ്ണോട് ചേർന്നതിന് ശേഷം ഈ നാഡീ നരമ്പുകൾ മൊത്തവും ദ്രവിച്ച് നാമാവശേഷമായതിനു ശേഷം ആരാ നമ്മളെ ജീവിപ്പിക്കാനുള്ളത്? ആരാ നമുക്ക് പ്രതിഫലങ്ങൾ തരാനുള്ളത്? മനുഷ്യൻ ചോദിക്കും. അല്ലാഹു പറയുകയാണ്, മനുഷ്യൻ ഇങ്ങനെ ചോദിക്കും. ശരീരങ്ങൾ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ പൊട്ടിയൊലിച്ച് ശരീരം മണ്ണോട് ചേരുകയും എല്ലുകൾ ദ്രവിക്കുകയും ചെയ്ത ഈ മനുഷ്യനെ ആരാണ് ഇനി ഹയാത്താക്കുക? ആരാണ് ഇനി ജീവനിടുക? മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണർത്തി, ഖുൽ, ഈ ധിക്കാരികളായ ഈ താന്തോന്നികളായ മനുഷ്യരോട് പറഞ്ഞു കൊടുക്കു നബിയേ, യുഹ്യിഹാ അല്ലദീ അൻശഅഹാ അവ്വല മറ, ആദ്യം നിങ്ങൾക്ക് അതേ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും ആര് കണ്ടാലും മറയ്ക്കുകയും വെറുക്കുകയും ചെയ്യുന്ന രേതസ്കണത്തിൽ നിന്നും നിങ്ങൾക്ക് ജീവൻ നൽകിയ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്, പടച്ച തമ്പുരാന് കഴിവുള്ളവരാണ് എന്ന് പറഞ്ഞു കൊടുക്കു നബിയേ എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണർത്തുകയാണ്. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടികളുടെ സർവ്വ കാര്യങ്ങളെ സംബന്ധിച്ചും സർവമാന കാര്യങ്ങളെ സംബന്ധിച്ചും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയുന്നവനാണ്. ആദ്യം ജന്മം നൽകിയ തമ്പുരാൻ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, തീർച്ചയായിട്ടും നിന്റെ നാഡീ ഞരമ്പുകൾ, നിന്റെ അസ്ഥികൾ, നിന്റെ എല്ലുകൾ ദ്രവിച്ച് നാമാവശേഷമായി പോയാലും ശരി, പൊന്നുമോനെ, നിന്നെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു എന്ന് പറഞ്ഞു കൊടുക്കും നബിയെ. അല്ലാഹു വേറൊരു സ്ഥലത്ത് ചോദിച്ചില്ലേ, അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. പരിശുദ്ധ ഖുർആനിൽ അമറുൽ ജലീലു അസ്സ വജൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണർത്തി, അഫറഅയ്തും മാ തുംനൂൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച തമ്പുരാൻ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, അതേ ഗർഭപാത്രത്തില്, നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തില് ആ രേതസ്കണം പ്രവേശിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, പൊന്നുമോനെ, ആരാണോ നിന്നെ ഈ രീതിയിൽ ആക്കി മാറ്റിയത്? ആർക്കാണ് ഇതിന് കഴിഞ്ഞത്? ആർക്കാണ് ഇതിന് കഴിവുള്ളത്? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങളാണോ ഈ പൊന്നുമോന് ജന്മം നൽകിയത്? അതല്ല നാമാണോ ഈ പൊന്നുമോന് ജന്മം നൽകിയത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉടമസ്ഥനായ പടച്ച തമ്പുരാൻ മനുഷ്യകുലത്തിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുകയാണ്, ഗർഭപാത്രത്തിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആര് കണ്ടാലും അറപ്പോടുകൂടി വെറുപ്പോടുകൂടി മാറി നിൽക്കുന്ന ഇന്ദ്രിയത്തുള്ളി ഇല്ലേ? എന്നാൽ ഏതാനും മാസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, അറച്ചുകൊണ്ട് വെറുപ്പ് കൊണ്ട് മാറി നിന്നിരുന്ന ഇന്ദ്രിയത്തുള്ളിയെ ഉടമസ്ഥനായ രാജസയ്യിദായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ വാരിപ്പണർന്ന് ചുംബനം നൽകുന്ന രീതിയിലാക്കി മാറ്റിയവനാരാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. നിങ്ങളാണോ ഇതേ രീതിയിൽ സൃഷ്ടിച്ചത്? നിങ്ങളാണോ അതല്ല നാമാണോ? പടച്ച തമ്പുരാന്റെ ചോദ്യം, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ചോദ്യം.
നിങ്ങളാണോ ഈ രീതിയിൽ സൃഷ്ടിച്ചത്, അതല്ല നാമാണോ ഈ രീതിയിൽ സൃഷ്ടിച്ചത്? മറുപടി പറയണം. എന്റെ സഹോദരന്മാരെ, ആ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണർത്തി, ഈ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നിന്നെ പടയ്ക്കാൻ പടച്ച തമ്പുരാന് കഴിവുണ്ടെങ്കിൽ, ഈ രീതിയിൽ ഓടാനും ചാടാനും നടക്കാനും സംസാരിക്കാനും ഒക്കെ നിനക്ക് കഴിവ് തന്ന തമ്പുരാൻ ഇതേ രീതിയിൽ നിനക്ക് കഴിവ് തരാൻ കഴിവുണ്ടെങ്കിൽ, വല്ലാഹി തമ്പുരാനാണ് സത്യം, നീ ഖബറിൽ അകപ്പെട്ടു പോയാലും ആ ഖബറിൽ നിന്റെ ശരീരം ചീഞ്ഞളിഞ്ഞ് എല്ലുകൾ സർവ്വതും നുരമ്പിച്ചു പോയാലും ഹയാത്താക്കാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞു കൊടുക്ക് നബിയെ, രാജസീയതായ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ. അപ്പോൾ സംശയം വേണ്ട, മുഅ്മിനീങ്ങളാകുന്ന നമ്മൾ ഉറപ്പിച്ചുകൊള്ളുക, ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതം തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. ഖബർ മുതലാ നമ്മുടെ ജീവിതം. ആ ജീവിതത്തിൽ ആ പടച്ചതമ്പുരാന്റെ സന്നിധാനത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആ അവസരത്തിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ അതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതും നമ്മൾ പരിശ്രമിക്കുന്നതും. ഈ ദുനിയാവിലേക്ക് വിട്ടത് തന്നെ അതിന് ഒരു പരീക്ഷണാർത്ഥമാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ ഇറങ്ങി വന്നതാണെന്ന്. ഇല്ല, ഒരിക്കൽ നമ്മൾ യാത്ര പറയേണ്ടി വരും. യാത്ര പറഞ്ഞ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ ചെല്ലേണ്ടി വരും. സർവ്വതിനും പടച്ചതമ്പുരാന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. നമ്മൾ ചെയ്ത സർവ്വ അമലുകളുടെയും പ്രതിഫലം ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മേൽ നിവർത്തപ്പെടും. ഫമൻ യഅ്മൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ. അല്ലാഹു ഉണർത്തുന്നു, ഒരു കടുക് മണിയുടെ തൂക്കം നീ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയുടെ പരിണിത ഫലം നിനക്ക് അവിടെ അനുഭവിച്ചറിയാൻ കഴിയും, നിനക്ക് കാണാൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതല്ല, ഫമൻ യഅ്മൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ആരെങ്കിലും ഒരു കടുക് മണിയുടെ തൂക്കം തിന്മ പ്രവർത്തിച്ചാൽ, ദോഷം പ്രവർത്തിച്ചാൽ, ആ ദോഷത്തിന്റെ പരിണിത ഫലം തീർച്ചയായിട്ടും അവരവിടെ അനുഭവിച്ചറിയേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്റെ സഹോദരന്മാരെ, എന്റെ ഉമ്മപെങ്ങന്മാരെ, നമ്മളൊന്ന് വിലയിരുത്തുക. ദുനിയാവിൽ നിന്ന് യാത്ര പറയുമ്പോൾ, ദുനിയാവിനോട് നമ്മൾ യാത്ര പറയുമ്പോൾ, അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന വസ്തുക്കളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണേ. സുബ്ഹാനല്ലാഹ്, ഏക്കർ കണക്കിന് വസ്തു ഉണ്ടെങ്കിൽ എന്താ, മക്കളുണ്ടെങ്കിൽ എന്താ, ആധിപത്യമുണ്ടെങ്കിൽ എന്താ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലൂടെ അവകളെ നാം വിനിയോഗിച്ചില്ല എങ്കിൽ തീർച്ചയായും നഷ്ടമാണ് സഹോദര, നഷ്ടമാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നുകൊണ്ട് ഉത്തരം പറയേണ്ടി വരും. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിനക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പൊന്നുമോനെ നീ അറിയണം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന് 3 കാര്യങ്ങൾ അവന് ഉപകാരപ്പെടുന്നതാണെന്ന് ലോകത്തിന്റെ നേതാവ് നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ സ്വലാത്ത് ചൊല്ലണം പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ. നമുക്ക് ഏറ്റവും നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കാനും നമ്മളിവിടെ ജീവിക്കാനും ഒക്കെ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ ഉറക്കെ സ്വലാത്ത് ചൊല്ലണം. പ്രവാചകൻ പറഞ്ഞു, ദുനിയാവിലെ ഏറ്റവും വലിയ ബഖീൽ, ലുബ്ധൻ ആരാണെന്നറിയോ? ആരാ ഏറ്റവും വലിയ ലുബ്ധൻ? സമ്പത്തുണ്ടായിട്ട് സമ്പത്ത് വിനിയോഗിക്കാത്തവനല്ല. പിന്നെയോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബ്ഖലുൽ ബുഖലാ, ഈ ലോകത്തെ ബഖീലന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ബഖീല് എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഉറക്കെ സ്വലാത്ത് ചൊല്ലണം. വിജയത്തിന്റെ നിദാനമാണത്, വിജയത്തിന്റെ അടയാളമാണ്, മുഅ്മിനിന്റെ അടയാളമാണത്. എന്തായാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് 3 കാര്യങ്ങൾ നിനക്ക് ഉപകരിക്കും. ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, വിലയിരുത്തുക. എന്താണ് ആ 3 കാര്യങ്ങൾ? അതിനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച ഇന്ന്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻ നബി ഹുറൈറത ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. ഒരു മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ, അതേ ആ മുഅ്മിനായ സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
അവനിലേക്ക് ചെന്നു ചേരുന്ന ചില വസ്തുക്കളുണ്ട്. അവൻ എപ്പോഴും മുറിയാതെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എപ്പോഴും അവന് മുറിഞ്ഞു പോകാതെ നിരന്തരം അവന്റെ കബറിടത്തിലേക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ, ലോകത്തിന്റെ നേതാവ്, അതിലൊന്നാമതായി പ്രവാചകൻ എണ്ണുകയാണ് ഇൽമൻ അല്ലമഹു വനശറഹു ഔ കമാ ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇൽമൻ അല്ലമഹു വനശറഹു, നീ പഠിച്ച വിജ്ഞാനം, ഒരു മനുഷ്യൻ അറിവ് പഠിച്ചാൽ, ദീനിയായ വിജ്ഞാനം പഠിച്ചു, ആ വിജ്ഞാനം അവൻ ജനങ്ങൾക്ക് പ്രചരിപ്പിച്ചു കൊടുത്തു. അത് മദ്രസയിലൂടെ ആകട്ടെ, അത് വഅദിലൂടെ ആകട്ടെ, അതല്ല സംഭാഷണങ്ങളിലൂടെ ആകട്ടെ. ആരെങ്കിലും ഇൽമ പഠിച്ചു, അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പഠിച്ചു, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സിഫാത്തുകളെ കുറിച്ച് പഠിച്ചു, എന്നിട്ട് അവൻ ആ ഇൽമിനെ പ്രചരിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അതിന്റെ പ്രതിഫലം പൊന്നുമോനെ നിന്റെ കബറിടത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുമെന്ന് ഒരിക്കലും കള്ളം പറയാത്ത ലോകത്തിന്റെ മുത്ത് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. പ്രിയ മുഅ്മിനീങ്ങളെ, നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഖബറിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രയോജനപ്രദമായ കാര്യങ്ങളെ പ്രവാചകൻ എണ്ണിയപ്പോൾ ആദ്യമായിട്ട് ലോകത്തിന്റെ മുത്ത് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയത് ഇൽമിനെ സംബന്ധിച്ചാണ്. നാം ഇവിടെ ഒന്ന് വിലയിരുത്തണം. നമ്മുടെ മക്കളെ ഇന്ന് ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം നമ്മൾ ചിട്ടപ്പെടുത്തി പാകപ്പെടുത്തി അവരെ പറഞ്ഞു വിടുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് വല്ലാഹു തമ്പുരാനാണ് സത്യം, നമ്മുടെയും നമ്മുടെ പൊന്നു മക്കളുടെയും ഭാവി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ഈ ഭൗതികമായിരിക്കുന്ന വിദ്യാഭ്യാസത്തിൽ മാത്രം അവരെ തൽപരരാക്കി നമ്മൾ വിടുമ്പോൾ നാളെ അവര് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ, പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് നിർത്തപ്പെടുമ്പോൾ ഈ കുട്ടികളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കും, അല്ല നീ ഇന്ന കാര്യം എന്തുകൊണ്ട് ഇന്ന തെറ്റ് നീ ചെയ്തു എന്ന് പടച്ച തമ്പുരാൻ ചോദിക്കപ്പെടുമ്പോൾ നമ്മുടെ അരുമ സന്താനങ്ങൾ അല്ലാഹുവിന്റെ സമക്ഷത്തിൽ വെച്ചിട്ട് വിളിച്ചു പറയും, പടച്ച തമ്പുരാനെ, ഈ നിൽക്കുന്ന എന്റെ മാതാപിതാക്കൾ എനിക്ക് വിജ്ഞാനം പറഞ്ഞു തന്നവരല്ല, പഠിപ്പിച്ചു തന്നവരല്ല. അതുകൊണ്ട് റബ്ബനാ ആതിഹിം ദിൽഫൈനി മിനൽ അദാബ്, എനിക്ക് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ പടച്ച തമ്പുരാനെ ഇവർക്ക് നീ നൽകണം. എന്റെ ഉപ്പയെയും ഉമ്മയെയും എന്റെ മുമ്പിലൊന്ന് മലർത്തിയിട്ടുതാ തമ്പുരാനെ, അവരുടെ ദേഹത്ത് ഞാനൊന്ന് കയറി നിന്ന് നൃത്തം ചെയ്യട്ടെ. കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനം അവരെനിക്ക് പഠിപ്പിച്ചു തന്നവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മുടെ മക്കൾ നമുക്ക് എതിരെ പറയപ്പെടുന്ന ഒരു അവസ്ഥ. എന്റെ സഹോദരന്മാരെ, അതുകൊണ്ട് എന്റെ ഉമ്മതങ്ങന്മാരെ, നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾക്ക് ദീനിയായിരിക്കുന്ന അറിവ്, ഭൗതികമായ വിദ്യാഭ്യാസം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഭൗതികമായ വിദ്യാഭ്യാസത്തിനോടൊപ്പം ആത്മീയമായ വിദ്യാഭ്യാസവും നമ്മൾ അവർക്ക് കൊടുത്തിരിക്കണം. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യാഭ്യാസം ആവശ്യമാണ്, പക്ഷേ ആത്മീയ വിദ്യയാണ് അതിന്റെ ബ്രേക്ക്. ബ്രേക്ക് ഇല്ലാത്ത ഒരു വാഹനം പൊന്നുമോൻ ഓട്ടിച്ചുകൊണ്ട് പോയാൽ നമ്മുടെ പൊന്നുമോൻ ഒരുപക്ഷെ നമുക്ക് ഉപകരിച്ചെന്ന് വരില്ല. അതുപോലെ നീ നിന്റെ മകന് ഭൗതികമായ വിദ്യാഭ്യാസം മാത്രമാണ് നൽകാൻ നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ വല്ലാഹി തമ്പുരാനാണ് സത്യം, അവന് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാൻ പോവുകയാണ്. രണ്ടും ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ്, അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആത്മീയ വിദ്യാഭ്യാസവും അവർക്ക് കൊടുക്കുക. നമുക്കറിയാം, അള്ളാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നേതാവ്, അവിടെ നിന്ന് നമുക്ക് തന്ന മുസൽമാന്റെ
ഏറ്റവും വലിയ ഒരു സ്വത്താണ്, നിധിയാണ് ഇൽമ, വിജ്ഞാനം. നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണം, അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പഠിക്കണം, ഖുർആന്റെ മഹാത്മ്യത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അതാണ് അല്ലാഹുവിന്റെ റസൂൽ വിട്ടേച്ചു പോയ അനന്തര സ്വത്ത്. എന്റെ സഹോദരന്മാരെ, സ്വന്തം മുട്ടയും ഉമ്മയും വിട്ടേച്ചു പോയ അനന്തര സ്വത്തിന് വേണ്ടിയിട്ട് പരസ്പരം തല്ലുകൂടുകയും തമ്മിൽ തല്ലുകൂടി അനന്തര സ്വത്തിന് വേണ്ടിയിട്ട് രക്തപ്പുഴ ഒഴുക്കുന്ന നമ്മള് അല്ലാഹുവിന്റെ റസൂൽ വിട്ടേച്ചു പോയ അനന്തര സ്വത്തിനെ കുറിച്ച് പഠിച്ചോ? അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ ഏൽപ്പിച്ചു പോയ അനന്തര സ്വത്ത് എന്താണെന്നറിയോ? അത് ഇൽമുൽ ഖുർആൻ വ ഇൽമുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ് കേട്ടോ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ് കേട്ടോ, ഹലാൽ ഹറാമുകളെ കുറിച്ചുള്ളതായ ചർച്ചയാണ് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ വിട്ടേച്ചു പോയതാണ്. ഇതിന് മഹത്വമുണ്ട്, ഇതിന് മഹാത്മ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്. നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിന്റെ ഹബീബിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ പരിശുദ്ധമായ വിജ്ഞാനം ആരെങ്കിലും നുകരാൻ തയ്യാറായാൽ, അതൊന്ന് പഠിക്കാൻ, അല്ലാഹുവിനെ കുറിച്ച് അറിയാനും അല്ലാഹുവിന്റെ കിതാബിനെ കുറിച്ച് മനസ്സിലാക്കാനും പൊന്നുമോനെ നീ തയ്യാറായാൽ അത് നിനക്ക് മാത്രമല്ല പ്രതിഫലം. അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചു തന്നു, മൻ ഖറഅൽ ഖുർആന വതഅല്ലമഹു, ആരെങ്കിലും അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചു, അല്ലാഹുവിന്റെ ഖുർആനെ കുറിച്ച് പഠിച്ചു, വഅമില ബിഹി, എന്നിട്ടതാ അത് കേട്ട് അവൻ അമൽ ചെയ്യുന്നു. അത് വയതിലൂടെ ആകട്ടെ, ദറസിൽ പോയിട്ട് പഠിച്ചിട്ടാകട്ടെ, അല്ലെങ്കിൽ അറിവുള്ളവരെ നിന്ന് പറഞ്ഞു കേട്ടിട്ടാകട്ടെ, നീ അതനുസരിച്ച് അമൽ ചെയ്താൽ അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഉൽബിസ യൗമൽ ഖിയാമത്ത് താജം മിൻ നൂർ, ഖിയാമത്ത് നാളെ അതാ അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് നിന്നെ കൊണ്ടുവരപ്പെടുമ്പോൾ ഇൽമ പഠിച്ചിട്ട് അതനുസരിച്ച് അമൽ ചെയ്യാൻ തയ്യാറായ പൊന്നുമോനെ, നിനക്ക് വേണ്ടിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു കിരീടമണിയിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്കൊരു കിരീടമണിയിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൗഹു മിസ്ല ലൗഇ ശംസി. സുബ്ഹാനല്ലാഹ്. ആ കിരീടം സൂര്യന്റെ തേജസ്സുണ്ടല്ലോ, സൂര്യന്റെ പ്രഭ, അതിനെപ്പോലും കെടുത്തിക്കളയുന്ന രീതിയിൽ പ്രകാശപൂരിതമായ ഒരു കിരീടം പൊന്നുമോനെ നിന്നെ അണിയിപ്പിക്കും. ആ കിരീടം ധരിച്ചുകൊണ്ടതാ, ആ കിരീടം ധരിച്ച പണ്ഡിതന്മാർ, ആ കിരീടം ധരിച്ചവർ, ഖുർആൻ പഠിച്ചവർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്. അവരതാ അല്ലാഹുവിന്റെ മുമ്പിൽ അവര് നിരനിരയായി നിർത്തപ്പെടുന്നു. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിക്കുകയാണ്, ആ പെണ്ണുമോന്റെ, ആ ആലിമിന്റെ മാതാപിതാക്കളെ വിളിക്കുന്നു. ഇന്നയാളിന്റെ പിതാവ് വരട്ടെ, ഇന്നയാളിന്റെ മാതാവ് വരട്ടെ. അതാ മലക്കുകളോട് വിളിച്ചു പറയും, നിങ്ങളതാ അവർക്ക് 2 ജോഡി വസ്ത്രങ്ങൾ അണിയിക്കുക, ആ മാതാപിതാക്കൾക്കും നിങ്ങൾ 2 ജോഡി വസ്ത്രങ്ങൾ അണിയിക്കുക. മലക്കുകളതാ 2 ജോഡി വസ്ത്രങ്ങളുമായിട്ട് കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ മാതാപിതാക്കൾക്ക് 2 ജോഡി വസ്ത്രം ധരിപ്പിക്കാൻ. ദുനിയാവിലുള്ള സർവ്വ വസ്തുക്കളും നിങ്ങൾ അതിനോട് തത്തുല്യമാക്കിയാലും വല്ലാഹി തമ്പുരാനാണ് സത്യം, ആ 2 ജോഡി വസ്ത്രത്തെ കവച്ചു വയ്ക്കാൻ ഈ ദുനിയാവിൽ ഒരു വസ്തുവുമില്ല. അങ്ങനെയുള്ള 2 വസ്ത്രങ്ങൾ അവർ ഇരുവർക്കും അതാ അണിയിപ്പിക്കപ്പെടുന്നു. ആ മലക്കുകൾ വിളിച്ചു പറയും, നിങ്ങൾ ഇത് അണിഞ്ഞുകൊണ്ടുവരിക. അതാ സന്തോഷം കൊണ്ടവര് ചോദിച്ചു പോകുന്നു, എന്താണ് കാരണം? ഞങ്ങൾ പഠിച്ചിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ പഠിക്കാൻ പോയവരല്ല. പിന്നെ എന്താ ഞങ്ങൾക്ക് ഈ ജോഡി വസ്ത്രങ്ങൾ? ദുനിയാവിലും ആഖിറത്തിലുമുള്ള സർവ്വ വസ്തുക്കൾ, ആ വസ്തുക്കളെക്കാളും വിലപിടിപ്പുള്ള ഈ വസ്തു ഞങ്ങൾക്ക് സമ്മാനിക്കാനുള്ള കാരണം എന്താണ്? സുബ്ഹാനല്ലാഹ്. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതാ മലക്കുകൾ വിളിച്ചു പറയും, ഫയുഖാലു ബിഅഹദി വലദിക്കുമൽ ഖുർആൻ. എന്താ നിങ്ങൾക്ക് ഈ ജോഡി വസ്ത്രങ്ങൾ അണിയിച്ചതെന്നറിയോ? നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, നിങ്ങൾക്ക് അറിവില്ല, നിങ്ങൾക്ക് അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും എന്റെ മകൻ പഠിക്കണം, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങൾക്കും ഈ ജോഡി വസ്ത്രം അണിയിപ്പിച്ചതെന്ന് മലക്കുകൾ വിളിച്ചു പറയുമെന്ന് ഒരിക്കലും കള്ളം പറയാത്ത ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കിക്കേ ഇൽമിന്റെ ശ്രേഷ്ഠത. കാര്യം എന്താ? സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ വിനീതനായ ഞാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്റെ സഹോദരന്മാരെ പഠിച്ചു, അതനുസരിച്ച് പ്രവർത്തിച്ചു. പഠിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കുകയും കൂടെ വേണം. പഠിച്ചു, അതനുസരിച്ച് പ്രവർത്തിച്ചു, തഖ്വയിലൂടെയുള്ള ജീവിതം അവൻ അനുഷ്ഠിച്ചു. സുബ്ഹാനല്ലാഹ്, ഇതിന്റെ പ്രതിഫലമതാ നാളെ നമ്മുടെ ഖബറിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഈ പ്രഭാഷണം കൊണ്ട് എന്റെ വായു കൊണ്ട് ആരെങ്കിലും ഒന്ന് നന്നായാൽ, അള്ളാഹുവിനെ കുറിച്ച് അറിയാമെന്ന് സജ്ജനായാൽ, തയ്യാറായാൽ, അതിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ പ്രതിഫലവും അതിന് തത്തുല്യമായ പ്രതിഫലം അതാ ഒഴുകിയെത്തുന്നു. ബഹുമാന്യനായ നമ്മുടെ ഉസ്താദ് അവറുകൾ 40 വർഷം കൊണ്ട് എന്റെ സഹോദര നമ്മളിൽ ആഗ്രഹിച്ചതും ഇതാണ് അല്ലേ? 40 വർഷം നമ്മുടെ ജമാഅത്തിൽ സേവനമനുഷ്ഠിച്ചു. ബഹുമാന്യനായ ഉസ്താദ് അവറുകളുടെ ഖബറിനെ അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ. ഉസ്താദ് അവറുകൾ എപ്പോഴും കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു, മക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എപ്പോഴും വേണമെങ്കിലും, ഏത് പാതിരാത്രി വേണമെങ്കിലും നിങ്ങൾക്ക് ഇൽമു പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാ ഇല്ലേ? നമ്മുടെ ഉസ്താദ് എപ്പോഴും നമ്മളോട് പറയാറില്ലേ, ഏത് പാതിരാത്രി വിളിച്ചിട്ട് ഉസ്താദിനോട് എന്തൊരു സംശയം ചോദിച്ചാലും ഉസ്താദ് പറഞ്ഞു തരും. നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട മഹാനവറുകൾ, ഒരുപാട് ത്യാഗം സഹിച്ച മഹാനവറുകൾ. എന്റെ സഹോദരന്മാരെ, എനിക്കറിയാം ഈ വിനീതൻ എപ്പോഴും ഈ വിനീതൻ ഏത് പാതിരാത്രി എഴുന്നേറ്റെന്ന് ചോദിച്ചാലും അതിന്റെ സംശയത്തിന് മറുപടി എന്നെ കൂടെ കൊണ്ടു നടന്നില്ലേ? നിങ്ങൾക്കറിയാം, വിശദീകരണത്തിന്റെ ആവശ്യമില്ല. സഹോദരന്മാരെ, ആ മഹാനുഭാവർ അവിടെ നിന്ന് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ ആഗ്രഹം? എന്റെ വിദ്യാർത്ഥികൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങളുടെ എന്റെ വിദ്യാർത്ഥികളുടെ ദുആ എനിക്ക് കിട്ടണം, അവരിൽ നിന്നുള്ള പ്രതിഫലം എനിക്ക് കിട്ടണം. നിങ്ങൾക്കറിയുമോ, ഈ മരുതമ്മയുടെ ജമാഅത്തിന്റെ തിരുമുറ്റത്ത് കിടക്കുന്ന നമ്മുടെ മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾ, മഹാനവറുകൾ മരണപ്പെടുന്നതിന് മുമ്പ് ആ സ്ഥാനം കാണിച്ചു തന്നുകൊണ്ട് മഹാനവറുകൾ ആദ്യമായിട്ട് ഈ വിനീതനോട് ചോദിച്ചു, അല്ല ഷാജഹാൻ, ഈ സ്ഥാനത്തെ സംബന്ധിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ഞാൻ ചോദിച്ചു, എന്താ ഉസ്താദെ ഈ സ്ഥാനം ഉസ്താദ് എന്താ ചോദിക്കാൻ കാരണം? ഞങ്ങൾ 2-3 പേരുണ്ട്, നമ്മുടെ ഷാജഹാൻ ഉസ്താദൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. സഹോദരന്മാരെ, മഹാനായ ഉസ്താദ് അവറുകൾ പറഞ്ഞത്, മറ്റൊരു സ്ഥലത്ത് ഞാൻ മരണപ്പെട്ടാലും ഞാൻ കബറടക്കാൻ, എന്നെ മറമാടാൻ ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഈ സ്ഥലമാണ്. കാരണം എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞത്, ഈ പള്ളിയുടെ തിരുമുറ്റത്ത് ഞാൻ കിടക്കുമ്പോൾ എന്റെ മക്കള്, ഞാൻ പഠിപ്പിച്ച മക്കള്, അവരിതുവഴി നടന്നു വരുമ്പോൾ എന്നെ നോക്കി ഒരു സലാമെങ്കിലും പറയാതെ അവർ പോകുമോ എന്ന ചോദ്യം. നോക്കിക്കേ, ഒരു സലാമെങ്കിലും എനിക്ക് വേണ്ടി പറയാതെ അവർ പോകുമോ? വേറൊരു സ്ഥലത്താണ് ഞാൻ മറമാടിയാൽ, വേറൊരു സ്ഥലത്തായാൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ, പിന്നെ അള്ളാഹുവിന്റെ തീരുമാനം എന്താണെന്നറിയില്ല. എന്റെ വിദ്യാർത്ഥികൾ, എന്റെ മക്കൾ, ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ് ഇവിടെ 90%, 95%. എന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ ഉസ്താദാണ് ഈ കിടക്കുന്നത് എന്നുള്ള ഒരു ചിന്ത അവരിലുണ്ടാകില്ലേ? എനിക്ക് വേണ്ടി ഒരു സലാമെങ്കിലും അവർ പറയില്ലേ? ഈ ആഗ്രഹമായിരുന്നു. എന്റെ സഹോദരന്മാരെ, അങ്ങനെ മഹാനവറുകൾ തെരഞ്ഞെടുത്ത സ്ഥലം. അതിനുശേഷമാണ് നമ്മുടെ കമ്മിറ്റിക്കാരോട് ഈ വിവരത്തെ സംബന്ധിച്ച് പറയുന്നതുമൊക്കെ. അൽഹംദുലില്ലാഹ്, ആ മഹാനുഭാവർ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു പുണ്യമായ സ്ഥലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി. അൽഹംദുലില്ലാഹ്, ആ മഹാനുഭാവരുടെ നിയ്യത്ത് എന്താണോ, ആഗ്രഹം എന്താണോ, പടച്ച തമ്പുരാൻ ആ ഖബറിനെ പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ആ മഹാനവറുകളെയും നമ്മളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അങ്ങനെ മഹാനവറുകൾ നമുക്ക് വേണ്ടി ഒരുപാട് യത്നിച്ചവരാണ്, ഒരുപാട് പ്രയത്നിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ
മഹാനവറുകൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ എങ്കിലും ഒരു ദിവസം നമ്മൾ അവിടെ പോയില്ലെങ്കിലും അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ എങ്കിലും ഓതിയിരിക്കണം. മഹാനവറുകൾ അതാണ് ആഗ്രഹിച്ചത്, ആ ദുആയാണ് ആഗ്രഹിച്ചത്. വല്ലാഹി തമ്പുരാനാണ് സത്യം, ആ ദുആ അവിടെ ലഭിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ ഹബീബ് ഒരിക്കലും കള്ളം പറയാത്ത പ്രവാചകനാണ് പറഞ്ഞത്, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന് 3 കാര്യങ്ങൾ ഉപകരിക്കും. ഒന്ന്, അവൻ പഠിച്ച വിജ്ഞാനം. രണ്ടാമത്തെ കാര്യത്തിലേക്ക്, സമയത്തിന്റെ ചുരുക്കം കൊണ്ട് രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നു, അതിൽ ഇത് വരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലദൻ സാലിഹൻ യദഊലഹു, നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ കഴിയുന്ന മക്കളുണ്ട്, ആ മക്കൾ പൊന്നുപോലെ നിനക്ക് ഉപകരിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ പഠിപ്പിച്ച വിദ്യാർത്ഥികളാകട്ടെ, നിന്റെ അരുമ സന്താനങ്ങളാകട്ടെ, പടച്ച തമ്പുരാനെ, എന്റെ ഉപ്പയാണ് ഈ കിടക്കുന്നത്, എന്റെ ഉമ്മയാണ് ഈ കിടക്കുന്നത്, റഹ്മാനായ ഗൃഹമുള്ള അല്ലാഹ് ഇവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഖബറിന്റെ ചാരത്ത് വന്ന് പൊട്ടിക്കരയാൻ നിനക്കൊരു സന്താനമുണ്ടോ? അള്ളാന്റെ റസൂല് പറയുകയാണ്, പൊന്നുമോനെ, ആ സന്താനത്തിന്റെ ദുആ സ്വീകരിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ വശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സഹോദരന്മാരെ, അതാ പൊന്നുമ്മ കിടക്കുന്നു, തന്റെ ഉപ്പ കിടക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ദുനിയാവില് ആരാ നിനക്ക് ഇത്രത്തോളം അലിവോടുകൂടി ദുആ ചെയ്യാൻ ഈ ദുനിയാവിൽ ആരെങ്കിലും ഉണ്ടോ? അത് മക്കളെ കൊണ്ട് മാത്രമേ കഴിയൂ. നിന്റെ ഭാര്യയെ കൊണ്ട് കഴിയില്ല, നിന്റെ ബന്ധുമിത്രാദികളെ കൊണ്ട് കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിന്റെ മക്കളതാ വന്നു നിന്നുകൊണ്ട്, നിന്റെ ചാരത്ത് വന്നു നിന്നുകൊണ്ട്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, തമ്പുരാനെ, കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടത അനുഭവിച്ചവരാണ്, ഒരുപാട് ത്യാഗം അനുഭവിച്ചവരാണ്. തമ്പുരാനെ, എന്റെ ഉപ്പയോട് ഉമ്മയോട് നീ കരുണ കാണിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ പൊന്നുമാൻ വന്നു നിന്ന് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രത്തോളം നിനക്ക് ദുആ ചെയ്യാൻ പറ്റിയ, അലിവോടുകൂടി ദുആ ചെയ്യാൻ പറ്റിയ ഒരു സൃഷ്ടി വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം, അല്ലാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനം നമ്മൾ കൊടുത്തിരിക്കണം. നാളെ നമ്മൾ ഖേദിക്കേണ്ടി വരരുത്. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ മക്കളുടെ ദുആ നിനക്ക് സ്വീകാര്യമാണ്, അത് നിനക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കും. നീ മരണപ്പെട്ടാലും ശരി, അതിന്റെ പ്രതിഫലം നിനക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. ഒരു സംഭവം പറഞ്ഞുതരാം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമും സംഘവും കൂടി ഒരു വഴിയാത്ര. ആ വഴിയാത്രയിൽ അതാ നടന്നു പോകുന്നു 1 മാസത്തെ വഴി ദൂരം. ആ യാത്രയിൽ അതാ ഒരു സ്ഥലത്ത് കൂടി കടന്നു പോവുകയാണ്. ഒരു സ്ഥലത്തെത്തുമ്പോൾ വല്ലാത്ത ദുർഗന്ധം ആ ഭാഗത്തു നിന്നും. എന്താണെന്നറിയാൻ വയ്യ. കുറച്ചങ്ങോട്ട് പോവുകയാണ്. ഈസാ നബിയുടെ അനുചരന്മാര് മൂക്കുപൊത്തിയിട്ടുണ്ട്. അതാ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു ഖബറിന്റെ സ്ഥാനത്ത് നിന്നാണ് സുബ്ഹാനല്ലാഹ് ആ ഖബറിലേക്ക് അതാ അല്ലാഹുവിന്റെ അദാബിന്റെ മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഖബറിന്റെ ഉള്ളിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധം വലിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാം തന്റെ അനുചരന്മാരോട് പറഞ്ഞു, പെട്ടെന്ന് പോവുക, കാരണം അല്ലാഹുവിന്റെ ശിക്ഷയുടെ മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഖബറാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് കടന്നു പോകണമെന്ന് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു. അങ്ങനെ ഈസാ നബിയും സംഘവും കൂടി അനുയായികളും കൂടിയതാ ആ ഖബറിന്റെ സ്ഥാനം മറികടന്നവരതാ നടന്നു നീങ്ങുന്നു. 1 മാസത്തെ വഴി ദൂരം അവർ യാത്ര ചെയ്ത് ഏത് സ്ഥാനമാണോ അവർ ഉദ്ദേശിച്ചത് പോയത് ആ സ്ഥാനത്ത് പോയി ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു മടങ്ങി വരികയാണ്. 1 മാസം കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ്
അതേ പോയ വഴിയെ തിരിച്ചു വരികയാണ്. അതാ നേരത്തെ ദുർഗന്ധം വമിച്ചിരുന്ന ആ സ്ഥാനത്തിനോട് അടുത്തെത്തിയപ്പോൾ അൽഹംദുലില്ലാഹ് വല്ലാത്തൊരു പരിമളം തന്നെ, വല്ലാത്തൊരു പരിമളമതാ അടിച്ചു വീശുന്നു. ഈസ നബി അലൈഹിസ്സലാമും സംഘവും അത്ഭുതപ്പെട്ടു പോയി. എന്തായിരിക്കും തമ്പുരാനെ, എന്തായിരിക്കും തമ്പുരാനെ? ഖബറിന്റെ ചാരത്തത്ത് അതാ ഖബറിന്റെ ഭാഗത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു സഫ് ആൾക്കാർ മലക്കുകൾ ഇറങ്ങുന്നു, അവര് കയറി പോകുന്നു. വീണ്ടും അതാ സഫ് സഫായി വരിവരിയായി മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. എന്തായിരിക്കും ഇതിലടങ്ങിയ രഹസ്യമെന്നറിയാൻ വല്ലാത്ത ആഗ്രഹം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒന്നു ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് രാജസയ്യിദായ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിലേക്ക് പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. ഇതിലുള്ള സിർറന്താണ് ഇലാഹി എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞുപോയി, അല്ല തമ്പുരാനെ, ഞങ്ങൾ ഇതുവഴി പോകുമ്പോൾ ഈ ഖബറാളിയെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അതേ ദുർഗന്ധം വമിക്കുകയായിരുന്നല്ലോ. മടങ്ങി വരുമ്പോൾ അത്ഭുതമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അത്ഭുതമാണ് കാണാൻ കഴിയുന്നത്. എന്ത് പറ്റി പടച്ച തമ്പുരാനെ? ഇതിലടങ്ങിയ സിർറെന്താണ് തമ്പുരാനെ? അതാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഓ ഈസാ നബിയേ, ഇവൻ തെമ്മാടിയായവനായിരുന്നു, ഇവൻ ധിക്കാരിയായ മനുഷ്യനായിരുന്നു. പക്ഷേ ഇവൻ മരണപ്പെടുമ്പോൾ ഇവന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഈസാ നബിയെ, പൂർണ്ണ ഗർഭിണിയായ പെണ്ണ് അതേ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പെണ്ണൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഈസാ നബി അലൈഹിസ്സലാമിനോട് വിവരിച്ചു കൊടുക്കുകയാണ്, ഒരു ആൺ സന്താനത്തിന് ജന്മം നൽകി. ഈ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അവൻ തെമ്മാടിയാണ്, ധിക്കാരിയാണ്. അവന്റെ അടുക്കലേക്ക് അള്ളാഹുവിന്റെ അദാബിന്റെ മലക്കുകൾ ഇറങ്ങി അവനെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അവൻ തെമ്മാടിയാണെങ്കിലും ഈസാ നബി അലൈഹിസ്സലാമിനോട് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, ഈ മനുഷ്യൻ അവന്റേതായിരിക്കുന്ന ഭാര്യ ഇവൻ മരണപ്പെടുമ്പോൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ആ പെണ്ണ് കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രസവിച്ചു ഒരാൺകുഞ്ഞ്. ആ ആൺകുഞ്ഞിനെ ആ തള്ള കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ആ മാതാവ് തന്റെ പൊന്നുമോന് പാല് കൊടുത്തു. വേണ്ടുന്ന ആഹാരങ്ങൾ, പോഷകാഹാരങ്ങൾ ആ പൊന്നുമോന് കൊടുത്തു. അവൻ അല്പം ഓടാനും ചാടാനും നടക്കാനും ഒക്കെ പാകമായപ്പോൾ സുബ്ഹാനല്ലാഹ് പാലും കൊടുത്ത് വളർത്തി മക്തബിലാക്കി. ദൈനംദിനം അതിലേക്ക് പോയി വരവാക്കി. ചൊല്ലിക്കൊടുത്ത് ഉസ്താദ് ബിസ്മില്ലാഹി, അവനേറ്റ് ചൊല്ലിയതും ബിഫളില്ലാഹി. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ആ പൊന്നുമോൻ നടക്കാനും ഓടാനും ചാടാനും ഒക്കെ പാകമായപ്പോൾ ആ മാതാവ് പൊന്നുമോന്റെ കയ്യും പിടിച്ചിട്ട് പള്ളിയിലേക്ക് ചെന്നു. ഉസ്താദിനെ വിളിച്ചിട്ട് ഉസ്താദിനെ ഏൽപ്പിച്ചു. ആ പൊന്നുമോന് പിതാവിന്റെ മുഖം കാണാൻ കഴിയാതെ വളർന്നു വന്ന പൊന്നുമോൻ ഒരു വിഷമമുണ്ടാകാൻ പാടില്ല. ആ ചിന്തയോടുകൂടി ആ പൊന്നുമോനെ പഠിപ്പിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ആ മാതാവ് പൊന്നുമോനെയും പിടിച്ചുകൊണ്ട് മദ്രസയിലേക്ക് കടന്നു ചെന്ന് ഉസ്താദിന്റെ അടുക്കൽ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്, ചൊല്ലിക്കൊടുത്ത് ഉസ്താദ് ബിസ്മില്ലാഹി, അവനേറ്റ് ചൊല്ലിയതും ബിഫളില്ലാഹി. ഉസ്താദാ തന്റെ പൊന്നുമോന് ഉസ്താദാ ഇൽമു പറഞ്ഞു കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ പൊന്നുമോൻ അത് ഏറ്റു പറയുകയാണ്. അല്ലാഹ് അർ-റഹ്മാൻ അർ-റഹീം ചൊല്ലിക്കൊടുത്ത് ഉസ്താദ് ബിസ്മില്ലാഹി, അവനേറ്റ് ചൊല്ലിയതും ബിഫദ്ലില്ലാഹി. ഇവനുള്ള കുഞ്ഞ് പുറത്ത് എന്റെ സുമോദലും, ഞാനിവനെ അടിയിൽ ഇട്ട് ശിക്ഷ കൊടുക്കലും. എനിക്കിഷ്ടമല്ലത് ലജ്ജയും എനിക്കുണ്ട്, റഹ്മത്തിറക്കിയതാ പുറത്തത് കൊണ്ട്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഓ ഈസ നബിയേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണർത്തുകയാണ്. ഉസ്താദ് അവർകൾ അവന് ഈ പൊന്നുമോന് അതേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ ദിവ്യവചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അവനത് ഏറ്റു ചൊല്ലുമ്പോൾ അല്ലാഹ് അർ-റഹ്മാൻ അർ-റഹീം എന്നിങ്ങനെ പറയുമ്പോൾ എന്റെ നാമമല്ലേ പറയുന്നത്? അല്ലാഹു പറയുകയാണ്, എന്റെ നാമമല്ലേ ആ പൊന്നുമോൻ വിളിച്ചു പറയുന്നത്? അവന്റെ ഉപ്പ അവൻ ധിക്കാരിയാണ്, അവൻ തെമ്മാടിയാണ്. പക്ഷേ പൊന്നുമോൻ എന്നെ വിളിച്ചു അർത്ഥിക്കുമ്പോൾ, അല്ലാ അല്ലാ എന്നുള്ള ഇസ്മ വിളിക്കുമ്പോൾ, ഞാൻ എങ്ങനെയാണ് അവന്റെ ഉപ്പയെ ഖബറിന്റെ ഉള്ളിലിട്ട് എങ്ങനെയാണ് ശിക്ഷിക്കുക? സുബ്ഹാനല്ലാഹ്, അവന്റെ ഉപ്പയെ ഞാൻ എങ്ങനെ അതാ ഖബറിന്റെ ഉള്ളിലിട്ടാണ് ശിക്ഷിക്കുക? സുബ്ഹാനല്ലാഹ്, അവന്റെ ഉപ്പയെ ഞാൻ എങ്ങനെ അതാ ഖബറിന്റെ ഉള്ളിലിട്ട് ശിക്ഷിക്കും? എനിക്ക് ലജ്ജയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അവന്റെ ഉപ്പയ്ക്ക് പുറത്തു കൊടുത്തു. കാരണം അവൻ അല്ലാ എന്ന് വിളിക്കുമ്പോൾ അവന്റെ ഉപ്പയെ ഈ മണ്ണിന്റെ അടിയിലിട്ട് ശിക്ഷിക്കാൻ എനിക്ക് ലജ്ജയുണ്ടെന്ന് പഠിപ്പിച്ചു. രാജസയ്യിദായ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീൽ എന്ന മാലാഖയിലൂടെ ഈസ നബി അലൈഹിസ്സലാമിനെ ഈ വൃത്താന്തം അറിയിക്കുന്നുണ്ട് എങ്കിൽ ഇൽമിന്റെ ശ്രേഷ്ഠത കൊണ്ട് എന്റെ സഹോദരന്മാരെ, ഉമ്മ പെങ്ങന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിനക്ക് ദുആ ചെയ്യാനുള്ള മക്കളുണ്ടോ? അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട്, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിനക്ക് ദുആ ചെയ്യാനുള്ള മക്കളുണ്ടോ? അത് കാരണമായിട്ട് നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും പൊന്നുമോനെ. നിന്റെ ഖബർ പ്രകാശപൂരിതമാകും. നിനക്ക് നാളെ ഉപകരിക്കുന്ന 3 ഭാഗങ്ങളിൽ നിന്ന് രണ്ടാമത്തെ ഭാഗം അല്ലാഹുവിന്റെ റസൂൽ, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞു, വലദുൻ സാലിഹുൻ യദഊലഹു, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കള്. ആ ദുആ അവിടെ കിട്ടുമെന്ന് പ്രവാചകൻ ശഫീഉൽ വറാ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഭൗതികമായ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം നമുക്ക് കിട്ടൂല. ആത്മീയ വിദ്യാഭ്യാസം അവർക്ക് നൽകിയേ മതിയാകൂ, അല്ലെങ്കിൽ നാളെ ഖേദിക്കേണ്ടി വരും. നമ്മുടെ ജീവിതം ഇതല്ല ജീവിതം. നമ്മുടെ ജീവിതം തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഉപകാരപ്പെടണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെയും നമ്മളുമായി വേണ്ടപ്പെട്ടവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ രീതിയിൽ അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട്